MG സർവകലാശാല തെരഞ്ഞെടുപ്പിൽ ആകെ 123 കോളേജുകളിൽ 103 കോളേജുകളിലും SFI വിജയിച്ചു. ഇതിൽ ഇടുക്കി ജില്ലയിൽ 20 കോളേജുകളിലും, പത്തനംതിട്ട ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ ആകെ മൊത്തം 20 കോളേജുകൾ 26-ൽ, കോട്ടയത്ത് 35 കോളേജുകളിൽ 29-ഉം, എറണാകുളത്ത് 41 കോളേജുകളിൽ 34-ഉം, ആലപ്പുഴയിൽ ആകെ ഉണ്ടായിരുന്ന എടത്വ കോളേജിൽ ഒരു കോളേജാണ് MG സർവകലാശാലയ്ക്കുള്ളത്, അവിടെ പൂർണ്ണമായും. പത്തനംതിട്ടയിൽ 20-ൽ 19 കോളേജുകളിലും SFI വിജയിച്ചു. അങ്ങനെ ആകെ മൊത്തം 123 കോളേജുകളിൽ 103. ഇതിൽ എറണാകുളത്ത് 7 കോളേജുകളാണ് SFI തിരികെ KSU സഖ്യത്തിൽ നിന്ന് തിരികെ പിടിച്ചത്. ഒന്ന് പ്രധാനമായും SH കോളേജ് തേവര, നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, ശ്രീശങ്കര കോളേജ് കാലടി, ഇവിടെങ്ങളിലൊക്കെ. ഇതിന് പുറമെ ഗവ TM കോളേജ് ജേക്കബ് മണിമലക്കുന്ന്, ഗവ പറവൂർ കോളേജ് കേസരി, RLV കോളേജ് തൃപ്പൂണിത്തുറ, ഗവ ആർട്സ് കോളേജ് തൃപ്പൂണിത്തുറ, SS കോളേജ് പൂത്തോട്ട, നിർമ്മല കോളേജ് മുളന്തുരുത്തി, സ്റ്റാറ്റസ് കോളേജ് തൃക്കാക്കര, SNGC കളവങ്ങാട്, മാർ ഏലിയാസ് കോട്ടപ്പടി, അക്വിനാസ് കോളേജ് SNM മാലിയങ്കര, IHR പൂത്തനങ്കര, സെന്റ് കുര്യാക്കോസ് കോളേജ് കുറുപ്പക്കുടി, പള്ളുരുത്തി സീന, ആലുവ MES, ഗവ വൈപ്പിൻ കോളേജ്, SSV കോളേജ് ഐരാപുരം, ദേവമാര കോളേജ് കോതമംഗലം, സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരി, KMM തൃക്കാക്കര, KMM കൊണ്ടോട്ടി ക്യാമ്പസ് ആലുവ, സെന്റ് ആൽബർട്ട്സ് എറണാകുളം, SNLC ലോ കോളേജ് പൂന്തോട്ട, മൗണ്ട് കാരമൽ കോതമംഗലം, MES കൊച്ചി, BPC പിറവം, MA കോളേജ് കോതമംഗലം, കൊച്ചിൻ കോളേജ്, BMC തൃക്കാക്കര, ഇലാഹിയ, മഹാരാജാസ് ഗവൺമെൻറ് ലോ കോളേജ്, ജയ് ഭാരത്, SNGIST കളമശ്ശേരി. ഇതിൽ തന്നെ കൊച്ചിൻ കോളേജും ജയ് ഭാരത് കോളേജും ഉൾപ്പെടെയുള്ള 7ഓളം ക്യാമ്പസുകൾ അവിടെ തിരികെ പിടിക്കാൻ SFIക്ക് കഴിയുകയുണ്ടായി. അവിടെ ആകെ 7 കോളേജുകൾ മാത്രമേ SFI പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ എറണാകുളം ജില്ലയിൽ 41 കോളേജുകൾ 34 കോളേജുകളിലും SFI വിജയിച്ചു വരുന്ന സ്ഥിതി ഉണ്ടായി. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പള്ളുരുത്തി CN, മണിമലക്കുന്ന് ഗവൺമെൻറ് കോളേജ്, പിറവം BPC കോളേജ്, തൃക്കാക്കര ഭാരത് മാതാ കോളേജ്, തൃക്കാക്കരയിൽ അവരുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന കോളേജ് ഇന്ന് SFI വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ എറണാകുളത്ത് ഈ നിലയിലാണ് വിജയം ആവർത്തിച്ചിട്ടുള്ളത്. ആ നിലയിൽ തന്നെ മറ്റ് ഇടുക്കി ജില്ലയിലാവട്ടെ പ്രധാനമായും ശാന്തൻപാറ ഗവൺമെൻറ് കോളേജ്, മാർസ്ലീവ കോളേജ് മുരിക്കാശ്ശേരി എന്നീ കോളേജുകൾ KSUവിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം ജില്ലയിലും സമാനമായിട്ടുള്ള ഇടപെടൽ വിജയം SFIക്ക് അവിടെ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ MG സർവകലാശാലയ്ക്ക് കീഴിലുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആകെ മൊത്തം തെരഞ്ഞെടുപ്പ് നടന്ന 123 കോളേജിൽ 103 കോളേജുകളും SFI വിജയിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് കേരളത്തിൽ നടന്നിട്ടുള്ള 2ാമത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം. ഇത് കോളേജ് തിരിച്ച് പേരുകൾ പറയാൻ തയ്യാറാണ്. അതിൻ്റെ പേരും വിവരമുണ്ട്. 103ഓളം വരുന്ന കോളേജുകളുണ്ട്. ആ കോളേജുകൾ ഓരോന്നും എത്ര വോട്ടിന് എങ്ങനെ ജയിച്ചു എന്നും നമുക്ക് കണക്ക് പറയാം. അതിൻ്റെ സമയ പരിമിതി കൊണ്ട് ഞാൻ കൂടുതലായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതൊരു അതിനെ വിശദീകരിച്ച് കൂടുതലായി സമയമെടുക്കുന്നില്ല.